അടിയന്തര സാഹചര്യം നേരിടാൻ പൊതുജനത്തെ സജ്ജമാക്കാൻ സംസ്ഥാനത്തും എല്ലാ ജില്ലകളിലും മോക്ക് ഡ്രിൽ നടത്തി. ജില്ലാസ്ഥാനങ്ങളിൽ സൈറൻ മുഴക്കിയാണ് വൈകിട്ട് 4 മുതൽ 4:30 വരെ മോക്ക് ഡ്രിൽ നടന്നത്. ഷോപ്പിംഗ് മാളുകൾ, സിനിമാ തിയേറ്ററുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങി തിരക്കേറിയ സ്ഥലങ്ങളിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് 126 ഇടങ്ങളിലാണ് മോക്ക് ഡ്രിൽ നടന്നത്. എയർ വാർണിംഗ് ലഭിച്ചതോടെ ജില്ലാ ആസ്ഥാനങ്ങളിൽ സൈറൻ മുഴങ്ങി. തിരുവനന്തപുരത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേന്ദ്രത്തിലാണ് സൈറൺ പ്രവർത്തിപ്പിച്ചത്. ഷോപ്പിംഗ് മാളുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സിനിമാ തിയേറ്ററുകൾ തുടങ്ങി തിരക്കേറിയ സ്ഥലങ്ങളിൽ മോക്ക് ഡ്രിൽ നടന്നു. മുകൾ നിലയിൽ തീപിടുത്തമുണ്ടാക്കുകയും ജീവനക്കാരെ പുറത്തേക്ക് ഒഴിപ്പിക്കുകയും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ പരിക്കേറ്റവരെ തോളിലും മറ്റുമേന്തി താഴേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന സംഘം പ്രഥമ ശുശ്രൂഷ നൽകി ആംബുലൻസിലേക്ക് മാറ്റുന്നു. തുടർന്ന് അഗ്നിശമന സേന തീയണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇത്രയും കാര്യങ്ങളാണ് തടസ്സമില്ലാതെ മോക്ക് ഡ്രില്ലിലൂടെ നടത്തിയത്. കൊച്ചിയിൽ ദക്ഷിണ നാവിക കമാൻഡിന്റെ ആസ്ഥാനത്ത് അതീവ ജാഗ്രതയാണ്. കളക്ടറേറ്റ്, മറൈൻ ഡ്രൈവ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഹൈക്കോടതി, മെട്രോ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ മോക്ക് ഡ്രിൽ നടന്നു. കോട്ടയത്ത് താലൂക്ക് ഓഫീസ് അടക്കമുള്ള 5 സ്ഥലങ്ങളിലും നഗരസഭകളിലും മോക്ക് ഡ്രിൽ നടന്നു. അഗ്നിരക്ഷാസേന, പോലീസ്, ആരോഗ്യവകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ സിവിൽ ഡിഫൻസ് സേന, ആപ്തമിത്ര എന്നീ പങ്കാളിത്തത്തോടെയാണ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ മോക്ക് ഡ്രിൽ നടന്നത്. ഇടുക്കിയിൽ 5 ഇടങ്ങളിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. കുമളി മന്നാംകുടി CSE കമ്മ്യൂണിറ്റി സ്റ്റഡി സെന്റർ, തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം GVHSS, അടിമാലി മന്നാങ്കണ്ട ഗവൺമെന്റ് ഹൈസ്കൂൾ, മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ്, മാമലക്കണ്ട ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് രക്ഷാപ്രവർത്തന മോക്ക് ഡ്രിൽ നടന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, തിരുവനന്തപുരം.